സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ചാനലിൻ്റെ ഒരു വിശേഷവുമായാണ്. ചാനലിൻ്റെ മോണിറ്റൈസേഷൻ 6 മാസം മുമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു. 6 മാസം എന്ന് പറഞ്ഞാൽ 3 മാസം. ഒരു മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 3 മന്ത്സ് കഴിഞ്ഞാലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 3 മന്ത്സ് കഴിഞ്ഞ് നമ്മൾ അപ്ലൈ ചെയ്തു, പക്ഷേ അത് ഫെയിലിയറായി. വീണ്ടും 3 മന്ത്സ് അവർ തന്നു. അപ്പോൾ നമ്മൾ വീണ്ടും 3 മന്ത്സ് ജനുവരി 5-ന് അപ്ലൈ ചെയ്തു. മോണിറ്റൈസേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ എങ്ങനെ നഷ്ടപ്പെട്ടു. അതായത് യൂസ്ഡ് കണ്ടൻറ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മുടെ തന്നെ വീഡിയോസ്, യൂട്യൂബിലിട്ട മെയിൻ വീഡിയോസ് കട്ട് ചെയ്ത് നമ്മളത് ഷോർട്സ് ആക്കും. നേരെ സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് ഷോർട്സ് ആക്കി ഇടും. പിന്നെ നമ്മുടെ തന്നെ ഒരു ചാനലിൽ വേറെ ചാനലുണ്ട്, ആ ചാനലിൽ കണ്ട സാധനം ഇതിനകത്തേക്ക് കോപ്പിറൈറ്റ് വരത്തില്ലല്ലോ, ഇതിൽ തന്നെ ഇടും. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ കണ്ടൻറ്റിൻ്റെ കൂടെ ചെറിയ രീതിയിൽ വേറെ സ്ഥലത്ത് കണ്ട ഒരു സംഭവം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അതിൻ്റെ കൂട്ടത്തിലിടാം. അപ്പോൾ അങ്ങനെയൊക്കെ യൂട്യൂബ് നേരത്തെ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. യൂസ്ഡ് കണ്ടൻറ് എന്നുള്ള ആ ഒരു ഇതിൽ അത് അവർ മോണിറ്റൈസേഷൻ എടുത്ത് കളയും. അതെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 3 മാസം കഴിഞ്ഞേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ്, യൂസ്ഡ് കണ്ടൻറ്റ് നിങ്ങൾ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഓൾട്ടേഡ് കണ്ടൻറ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. അതായത് കണ്ടൻറ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ കണ്ടൻറ്റ് ഓൾട്ടേഡ് കണ്ടൻറ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഒരു വീഡിയോ, ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന വീഡിയോ ഷോർട്സ് ആയിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മെയിൻ വീഡിയോ ഇട്ടിട്ട് ഷോർട്സിൽ ഇടുമ്പോൾ നമ്മൾ ആ കണ്ടൻറ്റ് ശരിക്കും ഓൾട്ടർ ചെയ്യണം. ടോട്ടലി ഡിഫറെൻറ്റ് കണ്ടൻറ്റാക്കി മാറ്റണം. അതായത് ഒരു സ്ഥലത്ത് ഉപയോഗിച്ചു പിന്നെ വീണ്ടും ഉപയോഗിക്കുന്നു, അത് യൂട്യൂബ് അലോ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു കാരണം കൊണ്ട് നമ്മുടെ സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ മോണിറ്റൈസേഷൻ എടുത്തു കളഞ്ഞു. പക്ഷേ ഇന്ന് അത് വീണ്ടും തിരിച്ചു കിട്ടി. ആ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. സോ റവന്യൂ എന്ന് പറയുന്ന സാധനം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പോൾ ഇത്രയും നമ്മൾ കണ്ടൻറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനൊരു എക്സ്പെൻസ് അത് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടി. ആ സന്തോഷം നിങ്ങളെ വീണ്ടും ഒന്നും കൂടി അറിയിക്കുകയാണ്. അപ്പോൾ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ്, യൂസ്ഡ് കണ്ടൻറ്റ് യൂസ് ചെയ്യുമ്പോൾ, എവിടെയെങ്കിലും ഉപയോഗിച്ച കണ്ടൻറ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. ഇങ്ങനൊരു കാര്യമുണ്ട്. ഓൾട്ടേഡ് കണ്ടൻറ്റ് എന്നുള്ള അടുത്ത് യേസ് കൊടുക്കുകയും വേണം. അതുകൂടാതെ നമ്മൾ ആ കണ്ടൻറ്റ് ഓൾട്ടർ ചെയ്യാൻ വേണം. അതായത് നമ്മുടെ എഫേർട്ട് അതിനകത്ത് ഇടണം എന്നുള്ളതാണ്. അല്ലാണ്ട് വെറുതെ ഒരു കണ്ടൻറ്റ് എവിടെ നിന്നെങ്കിലും എടുത്തിട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് സമ്മതിക്കത്തില്ല. മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടപ്പോൾ 90 ഡേയ്സിന് ശേഷം നമ്മൾ അതിനകത്തുള്ള അത്യാവശ്യം വേണ്ടാത്ത എല്ലാ, അതായത് നമ്മൾ പുറത്തുനിന്നൊക്കെ യൂസ് ചെയ്ത പല ഓൾട്ടർ ചെയ്ത കണ്ടൻറ്റ് തന്നെ പുറത്തുനിന്നൊക്കെ യൂസ് ചെയ്യാൻ അതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്തായിരുന്നു ചാനലിൽ നിന്ന്. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് റിജക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായിരുന്നു. കാരണം 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് റവന്യൂ ഇല്ല, 3 മാസത്തേക്ക് റവന്യൂ ഇല്ല, പിന്നെ 3 മാസം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് 3 മന്ത്സ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം വരെ ഞങ്ങളൊരു 3-4 ഡേയ്സ് കണ്ടിന്യൂസ് അതിന് ഈവനിങ് വന്നിട്ട് ഓഫീസ് അവേഴ്സ് എല്ലാം കഴിഞ്ഞ് നൈറ്റ് ഇരുന്ന് ഓരോ വീഡിയോസും നമ്മൾ പതുക്കെ അത് ശ്രദ്ധിച്ച് നോക്കി അതിലേതെങ്കിലും എവിടെയെങ്കിലും യൂസ്ഡ് കണ്ടൻറ് ഉണ്ടോ, നമ്മുടെ ചാനലിൽ തന്നെ ഇട്ട ചാനലിൽ കണ്ടൻറ് വീണ്ടും ചെയ്തിട്ടുണ്ടോ, അങ്ങനെ നമ്മളുടെ ചാനലിലുള്ള 800 ചില്lam വീഡിയോസ് നമ്മൾ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്ത് എല്ലാം ഇല്ലെന്ന് ഉറപ്പ് വരുത്തി റിമൂവ് ചെയ്യേണ്ട എല്ലാ വീഡിയോസും റിമൂവ് ചെയ്തു. ഷോർട്സും മെയിൻ വീഡിയോസിലുള്ള എല്ലാ റിമൂവ് ചെയ്യേണ്ട വീഡിയോസ് റിമൂവ് ചെയ്തു. ഫൈനലി നമ്മളൊരു എന്താ പറയുക, ഫൈനൽ ലാപ്പ് ഓടുന്ന പോലെ ആയിരുന്നു. ഒരു ടെൻസ്ഡ് സിറ്റുവേഷൻ ആയിരുന്നു. നമ്മൾ ആ മോണിറ്റൈസേഷന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിനും ഇതൊരു ഇൻഫോർമേഷനാണ്. സോ ബി കെയർഫുൾ. പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവും. നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ് സൈനിങ് ഓഫ്.